ട്രൂ കാറിലേക്ക് സ്വാഗതം. കൊയിലാണ്ടി മഞ്ചേരി സ്റ്റേറ്റ് ഹൈവേയിൽ ട്രൂ കാർ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ഇത് 7ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. ഈ യൂസ്ഡ് കാർ ബിസിനസ് രംഗത്ത് ഏകദേശം 15 വർഷത്തിന് മേൽ പ്രവൃത്തി പരിചയമുള്ള ട്രൂ കാർ അതിൻ്റെ ഒരു പ്രഥമ സംരംഭമാണ് ഈ കൊയിലാണ്ടി മഞ്ചേരി സ്റ്റേറ്റ് ഹൈവേയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകൾ മൊത്തത്തിൽ ഓരോന്നായിട്ട് ഒന്ന് കാണിക്കാമെന്ന് കരുതുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ കയ്യിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ വി, സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസ്, 1,08,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതേപോലെ ഇതിൻ്റെ ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 80% ടയർ കണ്ടീഷൻ ഉണ്ട്. പുതിയ ഏകദേശം 1 മാസത്തോളമൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇൻഷുറൻസ് പുതിയത് ഫുൾ കവർ അടച്ചിട്ടുണ്ട്. ഇതിന് ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 18,45,000. അടുത്തൊരു വാഹനത്തെ പരിചയപ്പെടുത്തുന്നത് 2018 മോഡൽ ഹോണ്ട WRV ഡീസൽ വണ്ടിയാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടിയുള്ളത്. വെറും 59,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ്. മൈലേജ് ലെവലിലൊക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ടാണ് നമ്മളിത് കാണുന്നത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് തന്നെയാണ്. ഇതിന് ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന വില 8,45,000. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതിയിലെ ഒരു 6 സീറ്ററാണ്. XL6 2019 മോഡൽ XL6 വെറും 45,000 കിലോമീറ്റർ. ഓട്ടം നല്ലപോലെ ഓർത്ത് വെക്കണേ, 45,000 കിലോമീറ്റർ. അതേപോലെ ഇതിൻ്റെ ടയറുകളെല്ലാം നല്ല കണ്ടീഷനാണ്. ഇൻഷുറൻസ് പുതിയത് 8 ലക്ഷം രൂപ IDV ഉള്ള പുതിയ ഇൻഷുറൻസ്. ഇതിന് ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,10,000. 2021 മോഡൽ ടയോട്ട അർബൻ ക്രൂസർ പെട്രോൾ വേരിയന്റിൽ മാത്രം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പ്രീമിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് വെറും സിംഗിൾ ഓൺഷിപ്പിൽ 50,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഇതിന് ട്രൂ കാർ പ്രതീക്ഷിക്കുന്ന വില 9,50,000. 2022 മോഡൽ കിയ സോണറ്റ് HTK പ്ലസ് ഡീസൽ വേരിയന്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഓടിയത് വെറും 33,000 കിലോമീറ്റർ. അതേപോലെ ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 11,40,000. മറ്റൊരു വാഹനത്തെ അവതരിപ്പിക്കുന്നത് ടാറ്റയുടെ ടിയാഗോ XT എന്ന വേരിയന്റിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനം. വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയത്. ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന വില 5,10,000. 23 മോഡൽ വാഗണർ 1 ലിറ്റർ എഞ്ചിനിൽ വരുന്ന VXI വേരിയൻ്റ് ആണിത്. സിംഗിൾ ഓൺഷിപ്പിൽ 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് ട്രൂ കാർ ചോദിക്കുന്ന വില 5,70,000. 2017 മോഡൽ ബ്രീസ സിംഗിൾ ഓണർഷിപ്പാണ്. കറക്റ്റ് കമ്പനി സർവീസ് എന്ന് പറഞ്ഞാൽ ഓരോ 10,000-ത്തിലും കമ്പനി സർവീസ്. കമ്പനി എന്താണോ വർക്ക് പറയുന്നത് ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വണ്ടി. ഈ മാസം ലാസ്റ്റിലേക്കാണ് ഇൻഷുറൻസ് വരുന്നത്. ഈ നവംബർ ലാസ്റ്റിൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട് കമ്പനി ഇൻഷുറൻസ് ഒക്കെ അടച്ച് പാർട്ടി നമ്മളെ ഏൽപ്പിച്ച വണ്ടിയാണ്. ഇതിന് ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,15,000. 2021 മോഡൽ 4x4 മാനുവൽ ട്രാൻസ്മിഷൻ ഗിയറിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണിത്. വെറും 29,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് ട്രൂ കാർ പ്രതീക്ഷിക്കുന്ന വില 14,60,000. ഡീസൽ വേരിയന്റിൽ ഒരു അമേസ് പരിചയപ്പെടുത്തുകയാണ്. 2020 മോഡൽ അമേസ് SMT 65,000 കിലോമീറ്റർ ഓടി. പുതിയ ഇൻഷുറൻസ് ആണ്. അതേപോലെ ഫ്രണ്ടിലെ 2 ടയർ പുതിയത് നമ്മൾ തന്നെ മാറ്റിയിട്ടതാണ്. അതേപോലെ സർവീസ് 65-ൽ ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന വണ്ടി. ഇതിന് ട്രൂ കാർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,75,000. 2015 മോഡൽ എർട്ടിക 7 സീറ്ററിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വെറും 74,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് ട്രൂ കാർ പ്രതീക്ഷിക്കുന്ന വില 5,60,000. 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വി എന്ന വേരിയന്റുള്ള ഈ വാഹനത്തിന് ട്രൂ കാർ പ്രതീക്ഷിക്കുന്ന വില 8,45,000. 2021 മോഡൽ XUV 300 W8 ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസലിൽ വരുന്ന വണ്ടിയാണ്. ഇത് ഓടിയത് 38,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസ്. ഇതിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 10 എയർ ബാഗ്, അതേപോലെ സൺറൂഫ്, മാഗ്വീല്,
പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാവിധ സംവിധാനങ്ങളും അടങ്ങിയ ഒരു വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് ട്രൂകാർ ആവശ്യപ്പെടുന്ന വില 11,50,000, 11,50. മോഡൽ സ്വിഫ്റ്റ് VDI വെറും 52,000 കിലോമീറ്റർ മാത്രം ഓടിയ ഡീസൽ വാഹനം. ട്രൂകാർ പ്രതീക്ഷിക്കുന്ന വില 6,85,000. അപ്പോൾ അഫ്ലെ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ആദ്യ ഒരു പ്രവർത്തനം എന്നുള്ള നിലക്കാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിനുള്ളിലുള്ള മിക്കവാറും എല്ലാ വണ്ടികളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്ത് വണ്ടികളുണ്ട്, അതേപോലെ പുറത്ത് നമ്മൾ പോളിഷിലൊക്കെ വെച്ച വണ്ടികളൊക്കെ ഉണ്ട്. അതിന്റെ ജസ്റ്റ് പേര് മാത്രം, അത് വിട്ടുപോകാതെ അതിന്റെ പേര് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം. i20 ഡീസൽ, ഇഗ്നിസ് പെട്രോൾ ഓട്ടോമാറ്റിക്, ഗ്രാൻഡ് ഐറ്റൺ. 4 രജിസ്ട്രേഷനുള്ള ഫോർച്യൂണർ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടി സാധാരണ നമ്മൾ വാങ്ങി വെക്കുന്നില്ല, അത് പാർക്ക് ആൻഡ് സെയിലാണ്. പിന്നെ അതേപോലെ കിഡ് ഓട്ടോമാറ്റിക് 2020 മോഡൽ. പിന്നെ അടുത്തത് വരുന്നത് ഒരു സീറ്റ ബലേനോ 2021 മോഡൽ. പിന്നെ വരുന്നത് ഒരു 2017 മോഡൽ ഹോണ്ട സിറ്റി ഡീസൽ, ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഒരു 2017 മോഡൽ എത്തിയോസ് VD. 13 മോഡൽ ഇന്നോവ നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല വണ്ടിയാണ്, കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളൊരു വണ്ടി ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പിന്നീട് പറയും. ഓക്കെ. أتقبلهم الناس لست قليلا